സംസ്ഥാന കോൺഗ്രസിൽ വിവാദങ്ങൾ തുടരവേ ഇന്ന് പ്രധാന നേതാക്കളെല്ലാം ഒന്നിച്ച് ഒരു വേദിയിൽ എത്തും. UDFന്റെ മലയോര സമര പ്രചാരണ യാത്രയ്ക്കായാണ് നേതാക്കൾ ഒന്നിച്ചെത്തുക. കണ്ണൂർ ഇരിക്കൂർ മണ്ഡലത്തിലെ കരുവഞ്ചാലിലാണ് യാത്രയുടെ തുടക്കം. വിവരങ്ങളുമായി സജോ ദേവസ്യ കണ്ണൂരിൽ ചേരുന്നുണ്ട്. സജോ, വെരി ഗുഡ് മോർണിംഗ്. അപ്പോൾ കോൺഗ്രസിന്റെ ഐക്യം അതാണല്ലോ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം നിലവിൽ. അപ്പോൾ UDFന്റെ കെട്ടുറപ്പ് അത് എത്രമാത്രം ഉണ്ട് എന്നുകൂടി പരിശോധിക്കപ്പെടേണ്ട അല്ലെങ്കിൽ പെടാൻ പോകുന്ന ദിവസങ്ങൾ വരാൻ പോകുന്നു. കാരണം UDFന്റെ ഈ പ്രചാരണ ജാഥ, മലയോര സമര പ്രചാരണ ജാഥ എന്നാണ് പേരിട്ടിരിക്കുന്നത് തോന്നുന്നു അല്ലെ അതിന്? അതെ. അപ്പൊ അതിന്റെ തുടക്കമാണ്. അതുകൊണ്ട് തന്നെ UDFലെ പ്രധാന നേതാക്കൾ എന്ന് പറയുമ്പോൾ കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കളെല്ലാം തന്നെ അതിന്റെ ഭാഗമായി പങ്കെടുക്കുന്നു. അവരെല്ലാം കണ്ണൂരിലേക്ക് ഇന്ന് കേന്ദ്രീകരിക്കുകയാണ്. അപ്പോൾ എന്താണ് ഈ പ്രചാരണ ജാഥ, സമര പ്രചാരണ ജാഥയിലൂടെ UDF മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയം, ഒപ്പം തന്നെ അതിന്റെ കാര്യപരിപാടികൾ എന്തൊക്കെയാണെന്ന്? പ്രജിൻ, ഇന്ന് വൈകിട്ട് 4 മണിക്കാണ് പ്രതിപക്ഷ നേതാവ് നയിക്കുന്ന UDFന്റെ മലയോര സമര പ്രചരണ യാത്രയ്ക്ക് കണ്ണൂർ കരിവഞ്ചാൽ, അതായത് ഇരിക്കൂർ നിയോജക മണ്ഡലത്തിലെ കരിവഞ്ചാലിൽ തുടക്കമാവുക. ഫെബ്രുവരി 5 വരെ നീണ്ടു നിൽക്കുന്ന യാത്രയാണ്. തിരുവനന്തപുരം ജില്ലയിലെ അമ്പൂരിയിൽ ഫെബ്രുവരി 5-നാണ് സമാപിക്കുക. അതിനിടെ വിവിധ ജില്ലകൾ കടന്നുപോകും. 2 ദിവസം കണ്ണൂരിലെ മലയോര മണ്ഡലങ്ങളിലൂടെ യാത്ര സഞ്ചരിക്കും. തുടർന്ന് വയനാട്ടിലേക്ക് പ്രവേശിക്കും. പിന്നീട് വിവിധ ജില്ലകളിലെ മലയോര മേഖലകളിലൂടെ കടന്നു പോവുകയാണ്. അതായത് മലയോര മേഖല പലപ്പോഴും UDFന് കാര്യമായ പിന്തുണ പല കാലങ്ങളിലും ലഭ്യമായിട്ടുള്ള പ്രദേശമാണ്. പക്ഷേ സമീപകാലത്ത് പല പ്രശ്നങ്ങൾ, രാഷ്ട്രീയ പ്രശ്നങ്ങളടക്കം കോൺഗ്രസിനെയും UDFനും അടക്കം ബാധിക്കും വിധം ആ മേഖലയിൽ സംഭവിക്കുന്നുണ്ട്. പല പുതിയ സംഘടനകളും സമരങ്ങൾ ഏറ്റെടുക്കുകയും ചെയ്യുന്നുണ്ട്. പ്രധാനമായും ഈ യാത്ര മുന്നോട്ട് വയ്ക്കുന്ന ആശയം എന്നത് വന്യമൃഗ ആക്രമണങ്ങളിൽ നിന്ന് മലയോര ജനതയെ സംരക്ഷിക്കുക, ഒപ്പം ബഫർ സോൺ വിഷയങ്ങളിലടക്കം കേന്ദ്ര ഇടപെടൽ ഉണ്ടാവുക തുടങ്ങിയ ആവശ്യങ്ങളൊക്കെ മുന്നോട്ട് വെച്ചുകൊണ്ടാണ് ജാഥ നടക്കുന്നത്. പക്ഷേ അതിനുമപ്പുറത്ത് അതിന് പല രാഷ്ട്രീയ മാനങ്ങളും ഉണ്ട് എന്നത് ശ്രദ്ധയോടുകൂടി കാണേണ്ടതാണ്. ഒപ്പം കോൺഗ്രസിനകത്ത് പല ആഭ്യന്തര പ്രശ്നങ്ങളും നടക്കുന്നു. അതിനിടെ കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാക്കൾ എല്ലാവരും ഉണ്ട്. UDF ഘടകകക്ഷി നേതാക്കളും മറ്റ് ഘടകകക്ഷി നേതാക്കളുമുണ്ട്. KC വേണുഗോപാൽ MP ആണ് ഉദ്ഘാടനം ചെയ്യുന്നത്. പ്രതിപക്ഷ നേതാവുണ്ട്, രമേശ് ചെന്നിത്തലയുണ്ട്. അങ്ങനെ മുതിർന്ന കോൺഗ്രസ് നേതാക്കളൊക്കെ ഇന്ന് ജില്ലയിൽ എത്തുകയാണ്. ഒരേ പരിപാടിയിൽ, ഒരേ വേദിയിൽ എത്തുകയാണ്. KPCC അധ്യക്ഷനും ഈ പരിപാടിയുടെ ഉദ്ഘാടന പരിപാടിയുടെ അധ്യക്ഷനായുണ്ട്. അങ്ങനെ കോൺഗ്രസിനകത്തെ പ്രശ്നം UDFനെയും കൂടി ബാധിക്കുന്നുണ്ടോ? UDFന്റെ കെട്ടുറപ്പ് തിരഞ്ഞെടുപ്പിലേക്ക് കടക്കാൻ പോകുന്നു. അതൊരു വശത്ത് നിൽക്കുന്നുണ്ട് എന്നത് പ്രധാനപ്പെട്ട കാര്യമായി തന്നെ എടുത്തു പറയേണ്ടതാണ്. കാർഷിക മേഖലയിലെ തകർച്ച എന്നടക്കം ഈ വിഷയം യഥാർത്ഥത്തിൽ വനനിയമ ഭേദഗതി നീക്കം ചർച്ച ചെയ്യപ്പെടുന്ന ഘട്ടത്തിലാണ് ഈ യാത്ര UDF ആലോചിക്കുന്നത്. പക്ഷേ അതിൽ പിന്നീട് സർക്കാർ പിന്നോക്കം പോയി. പക്ഷേ അതിനും അപ്പുറത്തേക്ക് മലയോര മേഖലയിൽ ജനങ്ങളെ രാഷ്ട്രീയമായി അഡ്രസ്സ് ചെയ്യേണ്ടത് UDFനെ സംബന്ധിച്ച് വളരെ അനിവാര്യമാണ്. വരുന്ന തിരഞ്ഞെടുപ്പുകൾ, തദ്ദേശ തിരഞ്ഞെടുപ്പ് ആയിക്കോട്ടെ, നിയമസഭാ തിരഞ്ഞെടുപ്പ് ആയിക്കോട്ടെ, ഈ മേഖലയിലെ ജനങ്ങളെ വിശ്വാസത്തിലെടുക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയമാണ് UDFനെ സംബന്ധിച്ചിടത്തോളം. ആ പിന്തുണ കൂടി ഉറപ്പാക്കിയാൽ മാത്രമേ UDF രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കാൻ കഴിയുകയുള്ളൂ എന്ന കാര്യം 100% ഉറപ്പാണ്. അതുകൊണ്ട് UDFന് ഏറ്റവും വളക്കൂറുള്ള മേഖലകളിലെ ആളുകളെ വിശ്വാസത്തിലെടുക്കുക എന്നതൊരു UDFന്റെ രാഷ്ട്രീയ വിഷയം. അതോടൊപ്പം തന്നെ കോൺഗ്രസിനകത്തും UDFനെയും ഒക്കെ സംഘടനാപരമായി ഇനി ശക്തിപ്പെടുത്തേണ്ടതുണ്ട്. നേരത്തെ സംയുക്ത വാർത്താ സമ്മേളനം അടക്കം കോൺഗ്രസ് നേരത്തെ തീരുമാനിക്കുകയും പിന്നീട് അതുപോലും നടക്കാതെ ആദ്യഘട്ടത്തിൽ വലിയ പ്രതിസന്ധി ഉണ്ടായി. പിന്നീട് അത്തരം ചർച്ചകൾ നടക്കുന്നു, പുനഃസംഘടനയെക്കുറിച്ച് ചർച്ചകൾ ഉണ്ടാകുന്നു, നേതൃമാറ്റ ചർച്ചകൾ ഉണ്ടാകുന്നു. അതൊക്കെ ഒരു വശത്ത് സജീവമായി നിൽക്കുന്നുണ്ട്. പക്ഷേ കോൺഗ്രസിൻ്റേത് മാത്രമല്ല, UDF സംസ്ഥാന കമ്മിറ്റി എന്ന നിലയ്ക്കാണ് ഈ സമര ജാഥ നിശ്ചയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് എല്ലാ ഘടകകക്ഷികൾക്കും അതിൽ പങ്കാളിത്തമുണ്ട്. എങ്കിൽ പോലും UDFനെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയമായി ഏറെ പ്രാധാന്യമുണ്ട്. സമീപകാല വിവാദങ്ങളുടെയൊക്കെ പശ്ചാത്തലത്തിൽ ഏറ്റവും വലിയ ഒരു UDF എന്ന നിലയ്ക്ക്, മുന്നണി എന്ന നിലയ്ക്ക് ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ പരിപാടി, അതായത് സംസ്ഥാനം മുഴുവൻ നീണ്ടു നിൽക്കുന്ന ഒരു രാഷ്ട്രീയ പരിപാടി UDF സംഘടിപ്പിക്കുന്നു എന്നതാണ് ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം. അതിൽ തന്നെ സമീപകാലത്ത് ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെട്ട പ്രശ്നമാണ് ഇപ്പോൾ ഈ ജാഥ തുടങ്ങുന്ന ദിവസം വയനാട്ടിലെ പ്രശ്നങ്ങൾ. നമുക്ക് അവിടെ ദാരുണമായ സംഭവം ഉണ്ടാകുന്നു, ഒരാൾക്ക് ജീവൻ നഷ്ടമാകുന്നു വന്യമൃഗ ആക്രമണത്തിൽ. അങ്ങനെ പ്രാധാന്യമുള്ളൊരു വിഷയം എന്നതിൽ തർക്കമൊന്നുമില്ല. പക്ഷേ അതിനും അപ്പുറത്തേക്ക് അതിൽ UDF ഒരു രാഷ്ട്രീയം കാണുന്നുണ്ട്. ഒപ്പം ഈ യാത്രയിലുടനീളവും കോൺഗ്രസിലെ ആഭ്യന്തര കാര്യങ്ങൾ ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രതിസന്ധി. സജോ പറഞ്ഞതുപോലെ തന്നെ UDFന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ പരിപാടിയാണ് ഇന്ന് കണ്ണൂർ ഇരിക്കൂറിലെ കരുവഞ്ചാലിൽ നടക്കാൻ പോകുന്നത്. അപ്പോൾ അത് മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയം എന്താണ്, അതിൽ ഓരോ സ്ഥലങ്ങളിലും ഉണ്ടാവുന്ന പ്രസംഗത്തിൽ നേതാക്കൾ പറയുന്ന രാഷ്ട്രീയം എന്താണ്, അതൊക്കെ ഇന്ന് ഏറെ കൗതുകം ഉള്ളതാണ്. അതെന്താണെന്ന് നമുക്ക് വരും മണിക്കൂറുകളിലൊക്കെ മനസ്സിലാവും.